അപ്പോൾ നമ്മുടെ തട്ടിൻ്റെ പണി ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് ചില്ലറകളുടെ പരിപാടികളാണ് നമുക്കുള്ളത്. ബീഫ് 3 തീർന്നെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തട്ടിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇനിയിവിടെ ബാത്റൂം ആദ്യം അടിച്ച് വർത്തനാണ്. അപ്പോൾ അവിടെ സൈഡിൽ പലകടിക്കാനുണ്ട്. ഇതെവിടെ ഒരു പലകടിക്കാനുണ്ട്. ഇവിടെ 4 സൈഡിൽ പലകടിച്ച് കഴിഞ്ഞാൽ ബാത്റൂമിനുള്ള ഒരു താത്തി വർക്കുന്ന കാര്യങ്ങളൊക്കെ ഫിനിഷായി. പിന്നെ തൂക്ക് സ്ലാബിൻ്റെ അവിടെ ഒരു ചെറിയ പണിയുണ്ട്. ഒരു കമ്പി മുറിച്ചിടാനുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലൊരു തൂക്ക് സ്ലാബ് ഇറങ്ങാനുള്ളൊരു പലകണം കയറ്റി അടിച്ച് അതിനെ ക്ലിയർ ആക്കാനുണ്ട്. അതായത് ഇപ്പോൾ ഈ നിൽക്കുന്ന തൂക്ക് സ്ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രീതിയിൽ കംപ്ലീറ്റ് ആണ് അനുസരിച്ച് നമുക്ക് ഈ തൂക്ക് സ്ലാബ് വെളിയിലേക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പുറത്ത് തൂക്ക് സ്ലാബ് അടിക്കേണ്ടി വരും. ഈ ഭിത്തിക്ക് പുറത്ത്, അതായത് ഇതിൻ്റെ പുറത്ത്. അപ്പോൾ അതല്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് തൂക്ക് സ്ലാബ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കണേ. ഓക്കെ, അതിന്ന് അങ്ങനെ ചെയ്യേണ്ട ഉള്ളിലേക്കാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് അതിൻ്റെ മുകളിൽ 2 ഇഞ്ചോടെ പലക, ബാക്കിലേക്ക് 2 ഇഞ്ചിൻ്റെ പലകയോടെ എക്സ്ട്രാ അടിച്ച് ഉള്ളിലടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ക്ലിയർ ആകും. പിന്നെ ബീമുകളെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. 3 ബീമുകളാണ് നിലവിൽ വലിയ ബീമുകളുള്ളത്. ഒരു വലിയ ഹാളാണ്. ഹാളിന് 2ആയിട്ട് തിരിക്കുന്നിടത്തുള്ള ഒരു ബീം തട്ടിൻ്റെ ബലം കൂട്ടാനായിട്ട് ബോധവെക്കണമെങ്കിൽ നമ്മളെല്ലാം അങ്ങനെ. പിന്നെ ഈ ഒരു ബീം പുള്ളി വലിയ കിച്ചനായതുകൊണ്ട് 2ആയിട്ട് സെപ്പറേഷനുണ്ട്. അതിൻ്റെ ഒരു ബീമാണത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നിലവിലുള്ളത്. പിന്നെ ഇതിനുള്ള ഇച്ചിരി ലോഡ് കൂടുതലുള്ളതുകൊണ്ട് ഇനി നമ്മളതിൻ്റെ കവറിങ് കട്ട വെക്കുമ്പോൾ ലോഡ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഡബിൾ കവറിങ് കട്ട കൊടുത്ത് ക്യാൻലിവർ ലോഡ് നിർത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ കാണിച്ചു തരാം അതിനെന്നാ ചെയ്യണമെന്നുള്ളത്. ഈ എൻഡ് കമ്പി ഇവിടെ മുതൽ ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഡബിൾ കവറിങ് കട്ട കൊടുക്കേണ്ടി വരും. വെച്ചിട്ട് കാണിച്ചു തരാം. കാരണം ഓക്കെ, ഇതോർന്ന് വെച്ചു. ഇതിൻ്റെ മുകളിലേക്ക് ഒരെണ്ണ എടുത്തു. ഈ രീതിക്കാണ് ഇങ്ങനെ പൊങ്ങി നിൽക്കണം കമ്പി. അതുകൊണ്ട് തന്നെ ഡബിൾ ലെയർ കവറിങ് കട്ട വെച്ച് 20 വെച്ച് 40 സെൻറ്റിമീറ്റർ പൊക്കി ഇത് ചെയ്ത് കൊടുത്തു. അങ്ങനെ നല്ലോണം ഇങ്ങനെ കൂടുതൽ ലെങ്ത്തുള്ളടത്ത് ലോഡ് സപ്പോർട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, സ്റ്റിയറിനടുത്ത് നമ്മൾ പറമ്പല അടിച്ചിട്ടില്ല, അങ്ങനെ ഇട്ടേക്കാണ്.